ഒറ്റപ്പാലം വരോട് തെരുവുനായ്ക്കളുടെ അക്രമം. കൂട്ടിനുള്ളിൽ നിന്നും ആട്ടിൻകുട്ടികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. 15 ദിവസം പ്രായമായ 7 ആട്ടിൻകുട്ടികളെയാണ് കടിച്ചുകൊന്നത്. വരോട് മുളയ്ക്കൽ സിദ്ദിഖിന്റെ ആട്ടിൻകുട്ടികളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. 4 കുട്ടികളെ കൂടിനുള്ളിൽ നിന്നും കൊണ്ടുപോവുകയും 3 എണ്ണത്തിനെ കടിച്ചു കൊന്ന ശേഷം കൂട്ടിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. ഇരുമ്പുകൂടിന്റെ അടിയിൽ സ്ഥാപിച്ചിരുന്ന മരപ്പലക നീക്കിയാണ് ആടുകളെ കടിച്ചു കൊണ്ടുപോയതെന്ന് സിദ്ദിഖ് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് ആടിനെ കടിച്ചുകൊന്ന വിവരം അറിയിക്കുന്നത്. 8 വർഷത്തിലധികമായി ആടുകൾ വളർത്തിയാണ് സിദ്ദിഖിന്റെ കുടുംബം ജീവിച്ചു പോകുന്നത്. ഏക ഉപജീവന മാർഗമാണ് നഷ്ടപ്പെട്ടതെന്ന് സ്ഥലം സന്ദർശിച്ച ജനപ്രതിനിധികൾ പറഞ്ഞു. ഒറ്റപ്പാലം മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ അജിത് കൃഷ്ണൻ, ഡോക്ടർ പി ഗോകുൽ എന്നിവർ സ്ഥലത്തെത്തി ആടുകളെ പരിശോധിച്ചു. ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡോക്ടർ അജിത് കൃഷ്ണൻ അറിയിച്ചു. വാർഡ് കൗൺസിലർ PR ശോഭന, മുൻ കൗൺസിലർമാരായ കെ അബ്ദുൽ നാസർ, കെ സുരേഷ് കുമാർ എന്നിവർ സ്ഥലത്തെത്തി. ന്യൂസ് ഫോർ യു ഓൺലൈൻ, ഒറ്റപ്പാലം. നമ്മളെ സിദ്ദീഖ് മുളക്കൽ എന്ന് പറയുന്ന അയാളൊരു വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുട്ടികളെയാണ് ഇപ്പോൾ ഇന്ന് ഒരു 7 എണ്ണം ഇപ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടു. മുമ്പൊരു 4 എണ്ണം നഷ്ടപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കപ്പെടുന്ന മനുഷ്യരാണ്. അതുകൊണ്ടിപ്പോൾ വലിയൊരു വിഷമത്തിലാണ് അവരിപ്പോൾ കുടുംബം. മാത്രമല്ല, ഈ വരോട് മേഖലയിൽ പല മേഖലയിലായി തിരിഞ്ഞിട്ട് തെരുവുനായ്ക്കൾ ശല്യമുണ്ട്. മുളയ്ക്കലെ സിദ്ധി, അതായത് പേര് കുഞ്ഞാന്നാ വിളിക്കുക. കാലങ്ങളായിട്ട് അവർ ആട് വളർത്തിയിട്ടാണ് ജീവിതം. ചെറിയൊരു പെട്ടിക്കട മാതിരിയുള്ളൊരു കട മാത്രമാണ് ഉള്ളത്. ആ കടയുടെ മുന്നിൽ തന്നെ കാലങ്ങളായിട്ട് ആടുകളെ വളർത്തി. ഇപ്പോൾ തന്നെ 8-10 ആടുകളുണ്ട്. ആട് വളർത്തിയാണ് അവരുടെ ജീവിതം. ഇതിനു മുമ്പ് ഇതുപോലെ പെട്ടി കടിച്ചിട്ട് 1-2 എണ്ണം പോയിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഒന്നിച്ച് 7 എണ്ണം പോയത്. 7 എണ്ണം പോയപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമായി. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളെ വിളിച്ചു.